ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ബോർഡിലുള്ള ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേടാ. 5 1/4 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണമെന്നാണ് ചോദ്യം. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളാം. 5 1/4 എന്ന് പറയുന്ന ആ ഒരു വലിയ ബോട്ടിൽ നിന്നൊക്കെ വിചാരിച്ചോ, ആ വലിയ ബോട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 3/4 ലിറ്റർ വീതം ഇങ്ങനെ കുഞ്ഞു കുപ്പികളിലാക്കി ഇങ്ങനെ നിറയ്ക്കണമെങ്കിൽ എത്ര കുപ്പികൾ വേണമെന്നാണ് ചോദ്യം. സോ നിങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ടും സാധാരണ പോലെ ചെയ്യുന്ന പോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്യും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഡിവൈഡ് ചെയ്യാനുണ്ട്? 5 1/4 നിങ്ങൾ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നമുക്ക് ആദ്യം കിട്ടിയ നമ്പർ ആരാണടാ? ഇവിടെ 5 1/4 ആണ് അല്ലെ? സോ അതിന് എന്ത് ചെയ്യണം നമുക്ക്? യെസ്, മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് ഈ 5 1/4. അതിന് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കണം. അതും നമ്മൾ പഠിച്ച കാര്യമാണ്. എങ്ങനെയാ ചെയ്യുക? യെസ്, ആദ്യം തന്നെ 4നെ 5 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 5 20 ദെൻ ഈ 1 ആഡ് ചെയ്യണം അല്ലെ? അപ്പം 21 എന്ന് വരും നമുക്ക് ന്യൂമറേറ്റർ. ദെൻ ഡിനോമിനേറ്റർ 4 തന്നെ. ഇതിനെ നമ്മൾ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്കറിയാം, ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അവനെ തല തിരിച്ചിടുക അല്ലെ? അതിന് റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എന്ത് ചെയ്യാ നിങ്ങള്? 21/4നെ 3/4 തിരിച്ചിട്ടാൽ എന്താവൂടാ? 4/3 ആവും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കയറി ഗുണിക്കാൻ പോകരുത്. എന്ത് ചെയ്യാ? ആ നമ്പേഴ്സിലേക്ക് നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മുകളിലും താഴെയും ഒരേ നമ്പർ ഉണ്ട് അല്ലെ? 4 4 മുകളിലും താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ക്യാൻസൽ ചെയ്യാം. സോ ഇനി എന്ത് ചെയ്താൽ മതി? യെസ്, ഇവിടെ 21/3 എന്ന് മാത്രം കിട്ടി. 21/3 എന്ന് പറഞ്ഞാൽ എത്രയാണടാ? 7 അല്ലെ? 7. അപ്പൊ നമുക്ക് 7 കുപ്പികളിൽ നിറയ്ക്കാം എന്ന് കിട്ടി. അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.